വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, പ്രബോധനങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പരിശുദ്ധ പിതാവ് ആദ്യമായി എഴുതിയ ചാക്രിയ ലേഖനം മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ് എന്ന ആ രേഖയുടെ ഉള്ളടക്കങ്ങൾ സംക്ഷിപ്തമായി അവതരിപ്പിക്കുകയായിരുന്നു. മനുഷ്യ മഹത്വത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി വഴി മനുഷ്യൻ വൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തനായി തീരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടാകാവുന്ന അനീതിയെക്കുറിച്ച്, ഉച്ചനീചത്വത്തെക്കുറിച്ച്, അടിമത്തത്തെക്കുറിച്ച്, ചിലർക്കുണ്ടാകുന്ന ആധിപത്യ പ്രവണതകളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു രേഖയാണ് ഇത് മഹത്തായ മനുഷ്യവംശം എന്ന ഈ ചാക്രിയ ലേഖനം. ഞാനതിൻ്റെ ഉള്ളടക്കങ്ങൾ പറഞ്ഞ് അല്പം ചരിത്ര പശ്ചാത്തലം പറഞ്ഞു. സഭയുടെ നീണ്ട സാമൂഹ്യ പ്രബോധന ചരിത്രം അതൊക്കെ സംക്ഷിപ്തമായി ഈ രേഖയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വലിയ ശക്തിയായി കാണുമ്പോൾ അതിന് പരമമായ ഒരു അധികാരം കൊടുക്കുകയും മനുഷ്യൻ അതിൻ്റെ കീഴിലായി പോവുകയും ചെയ്യുന്ന അവസ്ഥ അപകടകരമാണ് എന്ന് സൂചിപ്പിക്കലാണ്, അല്ലെങ്കിൽ പ്രവചനാത്മകമായി പറഞ്ഞു വയ്ക്കുകയാണ് നമ്മുടെ മാർപ്പാപ്പ ചെയ്തിരിക്കുന്നത്, ലയോ 14 മാർപ്പാപ്പ ചെയ്തിരിക്കുന്നത്. അവിടെ യുദ്ധത്തിൻ്റെ തലത്തിലാകാം, അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്താകാം, തൊഴിൽ രംഗത്താകാം, രോഗീ രംഗത്താകാം, വാർത്താ രംഗത്താകാം, എല്ലായിടത്തും ഇത് ഒരു വലിയ ആധിപത്യം, സർവാധിപത്യം പുലർത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എല്ലാ സന്മനസ്സുള്ള ആളുകളോടും ആവശ്യപ്പെടുന്നത്. നമ്മൾ അഞ്ച് അധ്യായങ്ങളാണുള്ളത്. ഒരു ആമുഖവും 5 അധ്യായങ്ങളും ഒരു ഉപസംഹാരവും എന്ന നിലയിലാണ് ഈ രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലായി 4-ാമത്തെ അധ്യായം വരെ നമ്മൾ സംസാരിച്ചു. ഞാൻ ഇന്ന് 5-ാമത്തെ അധ്യായവും ഉപസംഹാരവും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെ 5-ാമത്തെ അധ്യായം ചർച്ച ചെയ്യുന്ന വിഷയം അധികാരത്തിൻ്റെ സംസ്കാരവും സ്നേഹത്തിൻ്റെ സംസ്കാരവും തമ്മിലുള്ള ഈ വടംവലി അല്ലെങ്കിൽ യുദ്ധമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 2 സംസ്കാരങ്ങളാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ കൾച്ചർ ഓഫ് പവർ, ദ സിവിലൈസേഷൻ ഓഫ് ലവ്. സഭ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് സിവിലൈസേഷൻ ഓഫ് ലവ്. പ്രത്യേകിച്ച് 6-ാം പൗലോസ് മാർപ്പാപ്പയുടെ കാലം തൊട്ട് ഇത് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. മരണത്തിൻ്റെയും അനീതിയുടെയും യുദ്ധത്തിൻ്റെയും ഒക്കെ ഒരു മരണത്തിൻ്റെയും ഒക്കെ ഒരു സംസ്കാരം നിൽക്കുന്നിടത്ത്, അവിടെ അധികാരം കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നിടത്ത് സ്നേഹത്തിൻ്റെ സംസ്കാരവും സാഹോദര്യവും മനുഷ്യബന്ധവും ഒക്കെ താറുമാറാകുന്ന അവസ്ഥയാണ് ലോകത്തുണ്ടാകുന്നത്. അത് ഗുണകരമല്ല, നന്മയല്ല, അപകടകരമാണ് എന്ന് പഠിപ്പിക്കുന്ന രേഖയാണിത്. നമുക്ക് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം സംക്ഷിപ്തമായി കാണാം. 5-ാം അധ്യായം സാങ്കേതിക ശക്തിയും ടെക്നോളജിക്കൽ പവർ, അതുപോലെ തന്നെ അധികാരമോഹവും എങ്ങനെ മനുഷ്യകുലത്തെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അത് ഭീഷണിയാണ്. അതിന് പകരം നടക്കേണ്ടത് എന്താണ്? സ്നേഹത്തിൻ്റെ, നീതിയുടെ, സാഹോദര്യത്തിൻ്റെ ഒരു നവസംസ്കാരം എങ്ങനെ പടുത്തുയർത്താമെന്നാണ് ചിന്തിക്കേണ്ടത്. മാർപ്പാപ്പ അതിനുള്ള വഴികളാണ് നമ്മോട് പറയുന്നത്, അതാണ് വിശദീകരിക്കുന്നത്. പ്രത്യേകിച്ച് കൃത്രിമ ബുദ്ധി യുദ്ധരംഗത്തും, ഇവിടെ മാർപ്പാപ്പ എടുത്തു പറയുന്ന കാര്യം, കൃത്രിമ യുദ്ധരംഗത്തും രാഷ്ട്രീയ
നിയന്ത്രണങ്ങളിലും സാമ്പത്തിക ആധിപത്യത്തിലും ഉപയോഗിക്കപ്പെടുമ്പോൾ മനുഷ്യ ജീവിതം അനാമികവും മൂല്യമില്ലാത്തതുമായ ഒരു വസ്തുവായി ചുരുങ്ങാനുള്ള അപകടം ഉണ്ട് എന്ന് ആണ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. അത് ശരിയാണ്. ഇപ്പം നമ്മൾ നോക്കണം, ഇവിടെ മനുഷ്യന് വേണ്ടി നിലകൊള്ളുക, മനുഷ്യൻ്റെ മഹത്വം, സഭയുടെ ഏറ്റവും വലിയൊരു ദൗത്യം അതാണ്, മനുഷ്യൻ്റെ മഹത്വം. ഇത് വരുന്നത് ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ്റെ സ്വഭാവം സ്വന്തമാക്കുന്നത് വഴി ലഭിച്ചിട്ടുള്ള ഒരു മഹത്വമാണ്. ആദിയിൽ ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ പ്രബോധനത്തിൽ നിന്ന് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ മരണസംസ്കാരത്തിൻ്റെ സ്ഥാനം വരുന്നത് എങ്ങനെ? രാഷ്ട്രീയ നിയന്ത്രണം, എല്ലാം രാഷ്ട്രീയത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സ്വേച്ഛാധിപത്യ രാജ്യങ്ങൾ, ജനാധിപത്യ രാജ്യങ്ങൾ പോലും ഇപ്പോൾ ആ തരത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് പ്രശ്നം. സാമ്പത്തിക ആധിപത്യം, അപ്പം പാവപ്പെട്ടവരുടെ അവസ്ഥ ദയനീയമാകും. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തെ ഒരു വസ്തുവായി ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലം, വ്യക്തിയായി കാണാത്ത സാഹചര്യം. വ്യക്തികളാണെങ്കിലാണ് സ്നേഹിക്കണം, ശുശ്രൂഷ ചെയ്യണം, അവരെ ആദരിക്കണം എന്നൊക്കെ ഉള്ളൊരു മൂല്യങ്ങൾ വരുന്നത്, അവരെ പരിഗണിക്കണം. അപ്പോൾ ഇതില്ലാതെ വരുന്ന ഒരു പശ്ചാത്തലമാണ് മാർപ്പാപ്പ പറയുന്നത്. ഒരു ആധിപത്യ പ്രവണത, ശക്തിയുടെ ഒരു പ്രകടനം കൂടുതലായി ഈ രംഗത്തും വരാൻ സാധ്യത വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് കാരണം. യന്ത്രങ്ങൾ കാര്യക്ഷമത വർദ്ധിപ്പിച്ചാലും, എപ്പോഴും മാർപ്പാപ്പ പറയുന്നുണ്ട് കാര്യക്ഷമത, എഫിഷ്യൻസി. ഇന്നത്തെ ലോകം, പൊതുവെ ലോകം വില കൽപ്പിക്കുന്നത് കാര്യക്ഷമതയ്ക്കാണ്, ക്രിയേറ്റ് ചെയ്യുന്നതിനാണ്, സൃഷ്ടിക്കുന്നതിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കഴിവില്ലാത്ത ആളുകളൊക്കെ പുറന്തള്ളപ്പെടുന്നു. അത് ലോകത്തിലുണ്ടാകാവുന്ന വലിയ ഒരു തിന്മയാണ്. ബലഹീനര്, നമുക്ക് ഭിന്നശേഷിക്കാര്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, ദരിദ്രര്, രോഗികൾ, വാർദ്ധക്യത്തിലുള്ളവർ, ഇതെല്ലാം മനുഷ്യൻ്റെ മഹത്വം എല്ലാം ഉൾപ്പെടുന്നതാണ്. അതിനെയൊക്കെ തള്ളിക്കളയുന്ന ഒരു ലോകമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളൊരു ലോകമാണ് സ്വപ്നം കാണുന്നത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഈ കാര്യങ്ങൾ വളരെ ശക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യന്ത്രങ്ങൾ കാര്യക്ഷമത വർദ്ധിപ്പിച്ചാലും ജീവനും മരണവുമായി ബന്ധപ്പെട്ട നീതിപൂർവമായ തീരുമാനങ്ങൾ ഒരിക്കലും മനുഷ്യ ഉത്തരവാദിത്വത്തിൽ നിന്ന് വേർപെടുത്തരുതേ എന്ന് മാർപ്പാപ്പ പറയുകയാണ്. യന്ത്രങ്ങൾക്ക് വികാരമില്ലല്ലോ, നമ്മൾ കണ്ടു എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ടാണ് ഓരോ രംഗങ്ങളിലും ഇതെങ്ങനെയാണ് അപകടമുണ്ടാക്കുന്നത് എന്ന് മാർപ്പാപ്പ എടുത്തെടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. മരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, നീതിപൂർവമായ തീരുമാനങ്ങൾ ഒരിക്കലും മനുഷ്യൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി അത് എഐക്ക് വിട്ടുകൊടുക്കരുത് എന്ന് പറയുകയാണ്. അത് വേർപെടുത്തരുത്, മനുഷ്യനാണ് തീരുമാനിക്കേണ്ടത്. അതിനാൽ അധികാരത്തിൻ്റെ സംസ്കാരത്തിന് പകരം സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്തേണ്ടത് അത്യാവശ്യമാണ്, ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. ഈ സ്നേഹ സംസ്കാരം നീതി, സമാധാനം, സംവാദം, കരുണ, മനുഷ്യമഹത്വ സംരക്ഷണം എന്നിവയിൽ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം നോക്കിക്കേ, ഈ മൂല്യങ്ങൾ ധാർമ്മിക മൂല്യങ്ങളാണ്, മാനുഷിക മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളിലാണ് അത് കെട്ടപ്പെടുക്കേണ്ടത്. അതിന് ഈ AI-യുടെ ഉപയോഗത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ അത് ഉപയോഗിക്കുന്നിടത്ത് സാധിക്കയില്ല എന്നതാണ് പ്രശ്നം. വാക്കുകളെ ആയുധമാക്കാതെ, നമുക്കറിയാം, വിമർശനം, കുറ്റപ്പെടുത്തൽ, പരദൂഷണം, വ്യാജം പറയൽ, ഇതെല്ലാം മാർപ്പാപ്പ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ്. വാക്കുകളെ നിരായുധീകരിക്കുക. തൻ്റെ ആദ്യ പ്രസംഗം തൊട്ട് അത് പറയുന്നുണ്ട്. അതൊരായുധമായി ഉപയോഗിക്കുന്നവരുണ്ട്, വാക്കുകൾ കൊണ്ട് കൊല്ലുന്നവരുണ്ട്, നശിപ്പിക്കുന്നവരുണ്ട്, എത്രയോ ഉണ്ട്. അവിടെയാണ് ഒരു വലിയ, ഈ മാർപ്പാപ്പയുടെ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു വാക്കാണിത്. വാക്കുകളെ ആയുധമാക്കാതെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട എന്താണ്? ചർച്ച, സംവാദം, സഹകരണം,
അവൻ്റെ ഭാഷയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇരകളുടെ കാഴ്ചപ്പാടിൽ നിന്ന് ലോകത്തെ കാണാനും സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്കായി ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാനും മാർപ്പാപ്പ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇരയാക്കപ്പെടുന്ന ആളുകൾ, ഏതെങ്കിലും തരത്തിൽ അവഗണിക്കപ്പെടുന്നവർ, അവരുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ കാണണം, കാഴ്ചപ്പാടിൽ ലോകത്തെ കാണണം, സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്കായി ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണം. ഈ കാര്യങ്ങളിലാണ് നമ്മൾക്ക് മാറ്റമുണ്ടാകേണ്ടത്. എല്ലാ വിശ്വാസികളെയും സന്മനസ്സുള്ളവരെയും മാർപ്പാപ്പ ഈ കാര്യത്തിനായി പ്രത്യേകം ആഹ്വാനം ചെയ്യുകയാണ്. അതാണ് ഈ രേഖയിലൂടെ ചെയ്യുന്നത്. സന്ദേശം അതാണ്. ലോക പുരോഗതി, മാർപ്പാപ്പ പറയുന്നു, മനുഷ്യനെ അടിമപ്പെടുത്താതെ മനുഷ്യ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ദൈവിക സഹായവുമായി മാറുമ്പോഴാണ് യഥാർത്ഥ മഹത്തായ മനുഷ്യകുലം സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന് ഈ അധ്യായത്തിൽ, അവസാനത്തെ അധ്യായത്തിൽ, 5-ാം അധ്യായത്തിലെ പരിശുദ്ധ പിതാവ് പറഞ്ഞ് വയ്ക്കുകയാണ്. മനുഷ്യൻ്റെ മഹത്വം ഇത്രമാത്രം ഊന്നിപ്പറയുന്ന ഒരു രേഖ അടുത്ത കാലത്ത് സഭ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ആധുനിക കാലത്തെ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം, ഒരു നേട്ടമായി കരുതുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യന് ഉണ്ടാകാവുന്ന കോട്ടത്തെക്കുറിച്ചാണ് ശക്തമായി പരിശുദ്ധ പിതാവ് ഈ രേഖയിൽ പറയുന്നത്. അത് ആവർത്തിച്ച് വിവിധ മാനങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഓരോ ഭാഗത്തും ഉണ്ടാകാവുന്നത് അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മനുഷ്യൻ്റെ മഹത്വം ഏറ്റുപറയുന്നു, അത് ഊന്നിപ്പറയുന്നു, അത് വ്യക്തമാക്കുന്നു. സമാപനത്തിലേക്ക് നമുക്ക് വരാം. സമാപനത്തിൽ പരിശുദ്ധ പിതാവ് ചുരുക്കുകയാണ്. ചാക്രിയ ലേഖനത്തിൻ്റെ സമാപനത്തിൽ മാർപ്പാപ്പ മനുഷ്യകുലത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയും ആത്മീയ ഉത്തരവാദിത്വവും ശക്തമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. മനുഷ്യകുലത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും, അതോടൊപ്പം തന്നെ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ, ആത്മീയ ഉത്തരവാദിത്വം, ഇത് എടുത്തു കാട്ടുന്നു. കൃത്രിമ ബുദ്ധിയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും മനുഷ്യ ജീവിതത്തെ അതിവേഗം മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ തൻ്റെ ദൈവിക മഹത്വവും നിയമപരമായ നൈയാത്മിക ഉത്തരവാദിത്വവും മറക്കരുത് എന്നത് ഈ രേഖയുടെ വലിയ സന്ദേശമാണ്, വലിയ ആഹ്വാനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. യഥാർത്ഥ പുരോഗതി സാങ്കേതിക നേട്ടങ്ങളിലൂടെ മാത്രമല്ല. പുരോഗതി നമുക്ക് സാങ്കേതിക നേട്ടങ്ങളിലൂടെ വരുന്നുണ്ട്, സംശയമൊന്നുമില്ല. മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്നേഹവും കരുണയും നീതിയും സാഹോദര്യവും വളരുമ്പോഴാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. യഥാർത്ഥ പുരോഗതി അവിടെയേ ഉണ്ടാകുകയുള്ളൂ. നമ്മൾ പറയാം, അത് ആവർത്തിച്ചിട്ടുണ്ട് പല അധ്യായങ്ങളിലും. മാർപ്പാപ്പ ഈ ആശയം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലേക്ക് പതിയണം എന്നത് ലക്ഷ്യത്തോടു കൂടിയാണ്. ഒരു രേഖയിൽ ഒരു കാര്യം ആവർത്തിച്ചു പറയുക എന്നതിൻ്റെ അർത്ഥം അത് പ്രധാനപ്പെട്ടതാണ്, അത് ഗൗരവപൂർവം കാണേണ്ടതാണ് എന്ന് കാണിക്കാനുള്ള ഒരാഹ്വാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശയങ്ങൾ ആവർത്തിക്കപ്പെടുന്നതായി നാം കാണുന്നത്. അതിനാൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യനെ സേവിക്കുന്ന ഉപകരണങ്ങളായി നിലകൊള്ളണം. മനുഷ്യ സേവനത്തിനായി അത് ഉപയോഗിക്കപ്പെടണം. ആ തരത്തിൽ മാത്രമേ ഉപയോഗിക്കപ്പെടാവൂ എന്നതാണ്. മനുഷ്യനെ നിയന്ത്രിക്കുന്ന ശക്തികളായി അത് മാറരുത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് ഏറ്റവും കൂടുതലായി അത് പ്രകടമാകുന്നത് എന്നതുകൊണ്ടാണ് അത് മാർപ്പാപ്പ ഈ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ലോകത്തെ ഭയത്താലോ മത്സരത്താലോ അല്ല, മറിച്ച് പരസ്പര ബഹുമാനത്താലും സംവാദത്താലും സഹകരണത്താലും നിർമ്മിക്കാൻ എല്ലാ വിശ്വാസികളെയും, നല്ല മനസ്സുള്ള മനുഷ്യരെയും ഞാൻ ക്ഷണിക്കുന്നു എന്ന് മാർപ്പാപ്പ ആവർത്തിച്ച് രേഖയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകം അതൊന്ന് ശ്രദ്ധിക്കുന്നത്.
ലോകം അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ കൂടുതലായി എടുക്കാൻ ശ്രദ്ധിക്കുന്നത്. ഇനി ഭരണാധികാരികളെല്ലാം മാർപ്പാപ്പമാരുടെ രേഖകൾ പഠന വിഷയമാക്കാറുണ്ട്, തങ്ങളുടെ ചർച്ചകളിൽ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ടാണല്ലോ ലോകത്തിൻ്റെ വലിയ പ്രബോധനം നൽകുന്നത് മാർപ്പാപ്പമാരാണ്. അത് സഭയുടെ, കത്തോലിക്കാ തിരുസഭയുടെ വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു നന്മയാണ്. ലോകത്തിൻ്റെ സ്വരമായി നിൽക്കാൻ, ധാർമ്മിക സ്വരമായി നിൽക്കാൻ സഭയ്ക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. അത് മാർപ്പാപ്പമാർ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടുമാണ് ഇരിക്കുന്നത് എന്നതിന് ദൈവത്തിന് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. മാർപ്പാപ്പ പ്രത്യേകിച്ച് യുവജനങ്ങളോട് എല്ലാ മനുഷ്യരെയും ക്ഷണിക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നത് യുവജനങ്ങളെയാണ്. നമുക്കറിയാം, ഈ കാര്യങ്ങൾക്കെല്ലാം വസമ്മതരാകുന്നത്, ഏറ്റവും എളുപ്പത്തിൽ വസമ്മതരാകുന്നതും സ്വാധീനിക്കപ്പെടുന്നതും ഉപയോഗിക്കുന്നതും നമ്മുടെ ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് ജനങ്ങളോട് അദ്ദേഹം പ്രത്യാശയോടെ ഈ കാര്യങ്ങളിൽ മുൻകൈ എടുക്കണമെന്ന്, നന്മയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻകൈ എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ചാക്രിയ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തിൽ മാർപ്പാപ്പ മാഞ്ഞിപ്പിക്കാത്ത പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ സ്തോത്രഗീതം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ നമ്മൾ 55 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. വിപ്ലവകരമായൊരു ഗാനമാണ്. എല്ലാ മനുഷ്യരുടെയും ആ പുരോഗതിയും നന്മയും എന്തിലടങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു ഗീതമാണ്. സഭയുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും നിഴലിച്ചു നിൽക്കുന്ന ഒന്നാണിത്. അത് മാർപ്പാപ്പ എടുത്തു പറയുന്നുണ്ട്. മനുഷ്യരാശിക്കുള്ള പ്രത്യാശയുടെ ഗാനമായി അതിനെ മാർപ്പാപ്പ അവതരിപ്പിക്കുകയാണ്. സ്തോത്രഗീതം ഒരു വിപ്ലവമുണ്ടല്ലോ അതിലെ ഉള്ളത്. മറിയം പറയുന്നത്, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു, ദരിദ്രരെ അവൻ ഉയർത്തി, സിംഹാസനത്തിങ്ങളിൽ ഇരുത്തി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചിട്ട് വിശക്കുന്നവർക്ക് അവൻ ഭക്ഷണം നൽകി, സംതൃപ്തരായിരിക്കുന്നവരെ ചിതറിച്ചു എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ, ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ അവൻ ചിതറിച്ചു, എളിമയുള്ളവരെ ഉയർത്തി. അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ചരിത്രത്തിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് മാതാവിലൂടെ വന്നു. അത് മാർപ്പാപ്പ ഇവിടെ എടുത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് വയ്ക്കുകയാണ്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നു, ഇത് പ്രത്യാശയുടെ ഗാനമാണ്. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മനുഷ്യൻ ഭയത്തിലും അനിശ്ചിതത്വത്തിലും ജീവിക്കുമ്പോൾ മറിയത്തിൻ്റെ മാഞ്ഞിപ്പിക്കാത്ത മനുഷ്യരാശിയെ വീണ്ടും പ്രത്യാശയിലേക്ക് വിളിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. സാങ്കേതിക വിദ്യ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു ലോകത്ത്, ഇപ്പം സാങ്കേതിക വിദ്യയാണ് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, ദൈവകൃപ പ്രവർത്തിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. മനുഷ്യ മഹത്വം സംരക്ഷിക്കപ്പെടാം, നീതിയും സമാധാനവും സാധ്യമാണ്. ഒരു പ്രത്യാശയോടെയാണ് മാർപ്പാപ്പ ഈ വചനം അവസാനിപ്പിക്കുന്നത്, ഈ രേഖ അവസാനിപ്പിക്കുന്നത്. സാഹോദര്യം പുനർനിർമ്മിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതാണ് ആ പ്രത്യാശയോടെയാണ് മാർപ്പാപ്പ നമ്മളെ വിളിക്കുന്നത്. ഈ മാഞ്ഞിപ്പിക്ക ഹ്യൂമാനിത്താസ്, മഹത്തായ മനുഷ്യകുലം, ചാക്രിയ ലേഖനത്തിലൂടെ ലയോ 14 മാർപ്പാപ്പ ലോകത്തോട് അഭ്യർത്ഥിക്കുന്നത് മറ്റൊരു ബാബേൽ ഗോപുരം പണിയരുത്. മാർപ്പാപ്പ 2 പ്രതീകങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഈ രേഖയിൽ. ഒന്ന് ബാബേൽ, മനുഷ്യന് പുരോഗതി ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നല്ലോ അത്. അവിടെ വലിയ പട്ടണം പണിത് അവിടെ ദൈവം ഉണ്ടോ എന്ന് നോക്കാനായി അവർ പരിശ്രമിക്കുന്ന രംഗമാണ്. ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷ ചിതറിച്ചു എന്ന് പറയുന്നു. എല്ലാവരും നാനാവിധമായി അവിടെ നിന്ന് പോകേണ്ടി വന്നു. മനുഷ്യൻ അങ്ങനെ ബാബേൽ ഗോപുരമല്ല പണിയേണ്ടത്. പന്തക്കുസ്തായുടെ അനുഭവം പറയുകയാണ്. എല്ലാ ദേശത്തു നിന്നുള്ള ആളുകൾ ഒന്നിച്ച് ഒരേ ഭാഷ സംസാരിക്കുന്നവരും അത് കേൾക്കുന്നവരുമായി മാറുന്നതിനെ പറ്റി ആ 2 പ്രതീകങ്ങൾ മാർപ്പാപ്പ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അവസാന ഭാഗത്ത്. അത് നമ്മൾ ചിന്തിക്കണം. ബിബ്ലിക്കലായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണത്. ബാബേൽ ഗോപുരം നമ്മൾ പണിയരുത്. സാഹോദര്യത്തിൻ്റെ ജെറുസലേം നമുക്ക് പുനർനിർമ്മിക്കാം. ജെറുസലേം സാഹോദര്യത്തിൻ്റെ സ്ഥലമാണ്, സമാധാനത്തിൻ്റെ സ്ഥലമാണ്. മനുഷ്യമഹത്വത്തെ സംരക്ഷിക്കൂ, സാങ്കേതിക വിദ്യകളെ
പൊതു നന്മയ്ക്കായി ഉപയോഗിക്കൂ. എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്കായി ഉപയോഗിക്കൂ. മനുഷ്യൻ സാങ്കേതിക വിദ്യകളുടെ അടിമയായി മാറരുത്. എത്ര വളർന്നാലും ദൈവത്തെ മറക്കരുത്. ഈ ആഹ്വാനത്തോടു കൂടിയാണ്, അതൊരു പ്രവാചക സ്വരമാണ്, ശക്തമായ പ്രവാചക സ്വരമാണ് ഈ ചാക്രിയ ലേഖനം ഉപസംഹരിക്കുന്നത്. നമുക്കറിയാം, 4 എപ്പിസോഡിലൂടെയാണ് നാം ഇത് വളരെ ചുരുക്കമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എന്താ അതിൻ്റെ അകത്തുള്ളത് എന്നൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അത് മുഴുവനും നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ്, പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അത് കൂടുതൽ ഹൃദ്യമായി തീരുന്നത്, സ്വീകാര്യമായി തീരുന്നത്, പ്രാവർത്തികമാകുന്നത്. നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായി. നന്ദി പറയുന്നു. പാപ്പായ ഒരിക്കൽ കൂടി പറയാനുള്ളത്, മാർപ്പാപ്പയുടെ രേഖ നമുക്ക് പഠിക്കാം, പഠന വിഷയമാക്കാം, വായിക്കാം, ധ്യാനിക്കാം. ഈ ലോകത്തെ നമുക്ക് രക്ഷിക്കാം. ലോകത്തെ നമ്മൾ കൂടുതൽ നന്മ നിറഞ്ഞതാക്കാം, കൂടുതൽ സ്നേഹമുള്ളതാക്കാം. അതാണല്ലോ മാർപ്പാപ്പ ആവർത്തിച്ച് ഈ രേഖയിലൂടെ പറയുന്നത്. ധാർമ്മികമാക്കാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കട്ടെ.